ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ കൂടി നല്ലവനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദ സ്റ്റോറി എന്ന ഈ വീഡിയോ സീരിയലിലൂടെ കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ഇന്നത്തെ രണ്ടാമത്തെ വിഷയം ആരംഭിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വിഷയങ്ങളിൽ കേട്ടത് വീണ്ടും ജനിക്കുക. യേശു നിക്കോദേമോസിനോട് വളരെ ശക്തമായിട്ട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കേട്ടു, ക്രിസ്തീയ ജീവിതം ഒരു ആത്മീയ സമരമാണ്. കാരണം നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഒരു അടിമത്തത്തിലാണ്. പാപത്തിൻ്റെ അടിമത്തത്തിൽ, സാത്താൻ്റെ അടിമത്തത്തിൽ, ലോകത്തിൻ്റെ അടിമത്തത്തിൽ, നമ്മൾ അറിയാതെ തന്നെ പലപ്പോഴും മനുഷ്യൻ്റെ അടിമത്തത്തിലാണ്. നമുക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ വിഷയം നമ്മൾ ആരംഭിക്കുന്നത്, യേശു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കുന്നത് നല്ല മതവിശ്വാസത്തിലുള്ള ഫരിസേയന്മാരോട്, യഹൂദന്മാരോട് പറഞ്ഞു, നീ സ്വതന്ത്രരാക്കപ്പെടണം. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, ദ നാച്ചുറൽ മാൻ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ് ഓഫ് ദ സ്പിരിറ്റ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദ നാച്ചുറൽ മാൻ, സ്വാഭാവിക മനുഷ്യന് ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല എന്ന് കൊറിന്ത്യൻസിന്റെ ലേഖനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ആരാണ് ഈ നാച്ചുറൽ മാൻ എന്ന് പറയുക, അല്ലെങ്കിൽ സ്വാഭാവിക മനുഷ്യൻ എന്ന് പറയുക? യേശുവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ അറിവോടും പൂർണ്ണ സമ്മതത്തോടും കൂടി തൻ്റെ നാഥനും കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിച്ച് അവൻ്റെ വചനത്തിൽ അനുസരിച്ച് ജീവിക്കാത്ത ഒരു വ്യക്തി യേശുവിൻ്റെ ശിഷ്യനല്ലാത്തത് കൊണ്ട് അവനെ വചനം വിളിക്കുന്നതാണ് ദ നാച്ചുറൽ മാൻ, സ്വാഭാവിക മനുഷ്യൻ. അതായത് വീണ്ടും ജനിക്കാത്തൊരു വ്യക്തി. അങ്ങനെ വീണ്ടും ജനിക്കാത്തൊരു വ്യക്തിക്ക് ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കയില്ല. നമ്മൾ ഈ പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ കേട്ടു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യം ആവശ്യമാണ്, നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. എന്നാൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് സത്യം അറിയുമ്പോഴാണ്. സത്യം അറിയുക എന്ന് പറഞ്ഞാൽ സത്യം വെളിപ്പെടുത്തി കിട്ടണം. സത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. യോഹന്നാൻ 17:17 നമ്മൾ വായിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം യേശുവാണ്. വെളിപാട് 19:13 പറയുന്നുണ്ട്, യേശുവിൻ്റെ നാമമാണ് ദൈവവചനമെന്ന്. ആ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ആത്മാവാണ്. അപ്പം വചനം ആത്മാവാണ്. ദൈവത്തിൻ്റെ വചനം വീണ്ടും യോഹന്നാൻ്റെ 1-ാം അധ്യായത്തിൽ പറയുന്നു, വചനം ദൈവമാണ്. വചനം ദൈവമാണ്. ആ വചനം യേശുവാണ്. യേശു സംസാരിക്കുന്ന ആ വചനം ആത്മാവാണ്. അപ്പോൾ ആത്മാവ് എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ആത്മാവിലേക്ക് വെളിപ്പെടുത്തി തന്നെങ്കിലേ എനിക്ക് സത്യം വെളിപ്പെടുത്തി കിട്ടുകയുള്ളൂ. ആത്മാവില്ലാതെ എനിക്ക് എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് വചനം വായിക്കാം, കേൾക്കാം, പഠിക്കാം, അത് മറ്റുള്ളവരെ പഠിപ്പിക്കാം. പക്ഷേ വചനം, ആത്മാവായ വചനം, ആ വചനത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനോ യഥാർത്ഥമായ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കത്തില്ല, എൻ്റെ ആത്മാവ് വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കേട്ടത്, പുത്രൻ നിന്നെ സ്വതന്ത്രനാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. പുത്രൻ നമ്മളെ സ്വതന്ത്രരാക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന അച്ചടിച്ച വാക്കുകൾ നമ്മുടെ കണ്ണുകൊണ്ട് വായിക്കുമ്പോൾ, നമ്മുടെ കാതുകൊണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന് ജീവൻ പ്രാപിച്ചിരിക്കണം. ആ ആത്മാവാണ് ദൈവമാകുന്ന ആത്മാവിനെ, വചനമാകുന്ന ആത്മാവിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയും ആ വചനത്തിലൂടെ ദൈവം തരുന്ന വെളിപാട് ലഭിച്ച്
സ്വാതന്ത്ര്യം പ്രാപിക്കാൻ സാധിക്കത്തുള്ളൂ. അതുവരെ നമ്മൾ സ്വതന്ത്രനല്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇഫ് ദ സൺ സെറ്റ്സ് യു ഫ്രീ, യു ആർ ഫ്രീ ഇൻഡീഡ്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രനാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രനാണ്. ഇത് കുറച്ചുകൂടി വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ 1-2 ഉദാഹരണം പറയാം. നമ്മൾ നല്ലൊരു ഗാനം, നല്ലൊരു മ്യൂസിക് നമ്മുടെ കാതുകൊണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കത്തില്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഓരോ അവയവത്തിനും ഓരോ പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. കണ്ണ് കാണുവാനുള്ളതും ചെവി കേൾക്കുവാനുള്ളതുമാണ്. ചെവി കൊണ്ട് കേൾക്കുന്ന ഒരു ഗാനം എൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കത്തില്ല. ഇപ്പോൾ നിങ്ങൾ എന്നെ ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുക, പക്ഷേ എന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചെവി കൊണ്ട് കാണുവാൻ സാധിക്കത്തില്ല. കണ്ണുകൊണ്ട് കാണുന്നത് ചെവി കൊണ്ട് കാണാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടന്നു ചെന്നാൽ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ആത്മാവും മനസ്സും ശരീരവുമുണ്ട്. ദൈവത്തിൻ്റെ വചനം ആത്മാവാണ്. അത് എൻ്റെ ആത്മാവിനുള്ളതാണത്. ദൈവം ആത്മാവാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനാകുന്ന ആത്മാവിനെ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യ ആത്മാവിനോട് സംസാരിക്കുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന മാർഗമാണ് ദൈവം തന്നെയായ ആത്മാവ് തന്നെയായ വചനം. ഇതെൻ്റെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. എൻ്റെ മനസ്സിന് ആ വചനത്തിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടുകയില്ല. എൻ്റെ മനസ്സ് ഉപയോഗിച്ച്, എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് എനിക്ക് പഠിക്കുവാൻ സാധിക്കും. എനിക്കൊരു ബൈബിൾ പണ്ഡിതനാകാൻ സാധിക്കും. എനിക്ക് പ്രസംഗിക്കാൻ പറ്റും, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റും. അത് ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു അറിവ് ഞാൻ സമ്പാദിക്കുന്നു. ഞാൻ അങ്ങനെ ഇൻ്റലക്ച്വലായിട്ട് ബുദ്ധിപരമായിട്ട് ഞാൻ ഉൾക്കൊണ്ട ഈ വചനങ്ങൾ എനിക്ക് മറ്റുള്ളവരെ എൻ്റെ ബുദ്ധി കൊണ്ട് പഠിപ്പിക്കാൻ സാധിക്കും. ആ പഠിപ്പീര് കൊണ്ട് ആരും സ്വാതന്ത്ര്യം പ്രാപിക്കുന്നില്ല. കാരണം പഠിപ്പിക്കുന്ന വ്യക്തി തന്നെ സ്വതന്ത്രനല്ല. കാരണം അവൻ്റെ ആത്മാവിലേക്ക് അത് കടന്നു വന്നിട്ടില്ല. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. വചനം നമ്മളെ സ്വതന്ത്രരാക്കും. അതാണ് യേശു പറഞ്ഞത്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ, എൻ്റെ വചനത്തിൽ ജീവിച്ചാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ മാത്രമേ നിങ്ങൾ സത്യം അറിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ സത്യത്തെ പറ്റി ഉള്ള അറിവല്ല, സത്യം പഠിക്കുന്ന കാര്യമല്ല, സത്യം അറിയുക എന്ന് പറയുന്നത് സത്യം വെളിപ്പെടുത്തി കിട്ടണം. ഒരു ആത്മീയമായ ഒരു കാഴ്ചപ്പാടാണ് ഇത്. സ്വർഗീയമായ ഒരു കാര്യം.